ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഹോം റെസിപ്പി വേൾഡ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്വീറ്റാണ്. ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും സോഫ്റ്റും അകം നല്ല മോയ്സ്റ്റും ആയിട്ടുള്ള ഒരു പാൽ കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്. അപ്പം നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൽ കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട, ഞാൻ ഈ എടുക്കുന്ന അളവിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ ഈ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം ഒരു ഡബിൾ ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾ എടുക്കണം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഒരു മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം അതിലേക്ക് നെയ്യ് 2 ടേബിൾ സ്പൂൺ, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യും ബട്ടറും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നോർമലായിട്ടുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് റിഫൈൻഡ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാര. അപ്പം നമ്മൾ ഇത് ഓൾറെഡി ഒരു ഷുഗർ സിറപ്പിൻ്റെ അകത്താണ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മധുരം നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് നമുക്ക് തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂട്ടിയൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇനി ഇതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിന് ബേക്കിംഗ് സോഡ, ഇത്രയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര എല്ലാം ഒന്ന് നല്ലതുപോലെ അലിഞ്ഞ് വരുന്നത് വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പഞ്ചസാര എല്ലാം നല്ലതുപോലെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാനിതിവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയുടെ അളവിനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ കുറേശ്ശെ ആയിട്ടാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. ഈ ഗോതമ്പ് പൊടിയുടെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിന് പാൽപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളം ചേർത്താണ് ഇത് കുഴച്ചെടുക്കുന്നത്. ആ വെള്ളത്തിന് പകരം ചെറിയ ചൂടോടുകൂടിയുള്ള പാല് ചേർത്ത് കൊടുത്താലും മതി. ഒരുപാട് ചൂടുള്ള പാല് ചേർക്കാൻ പാടില്ല, ചെറിയ ചൂട് ആ ഒരു രീതിയിൽ വേണം നമ്മൾ പാല് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ കുഴച്ചിട്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ് നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതൊന്ന് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി വരും. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഷുഗർ സിറപ്പാക്കി എടുക്കാം. ഈ പഞ്ചസാര പാനി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അതായത് നമ്മൾ കൈവച്ചിത് തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം ഇത് വരേണ്ടത്. അല്ലാതെ ഒരു നൂൽ പരുവം അങ്ങനെയൊന്നും ആക്കി എടുക്കരുത്. കാരണം ഇത് നമ്മുടെ ആ ഒരു പാൽ കേക്കിലേക്ക് നല്ല അകത്ത് നല്ലതായിട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഒരുപാടങ്ങ് തിക്കാവാൻ പാടില്ല. ജസ്റ്റ് നമ്മൾ കൈവച്ച് തൊട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത് ഒട്ടിപ്പിടിക്കണം. ആ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ഒരു പാൽ കേക്കിൻ്റെ മാവിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പുകളാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റൗണ്ട് ആക്കിയോ, അല്ലെങ്കിൽ നമുക്കിത് നേരെ ചെറിയ സിലിണ്ടറിക്കൽ ഷേപ്പ് ആക്കിയോ, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആക്കിയോ, നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ താല്പര്യം ആ ഒരു ഷേപ്പിലാക്കി നമുക്കിതിനെ എടുക്കാം. ഞാനിതിവിടെ ഇപ്പം ചെറിയ നീളത്തിലുള്ള സിലിണ്ടറിക്കൽ ഷേപ്പായിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്കിതിനെ മൊത്തത്തിൽ ആക്കിയെടുക്കാം.
നമുക്ക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എണ്ണ ഒരുപാട് ചൂടായതിന് ശേഷം നമ്മളിതിടരുത്. കാരണം പുറം ഭാഗം പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ കളറിലേക്ക് പോകും, അകം നല്ലതുപോലെ വേവത്തില്ല. അപ്പോൾ അത് കാരണം എണ്ണ ഒരു ചെറിയതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ഒരു പാൽ കേക്ക് അതിലേക്ക് ഇട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതിനെ ഒന്ന് അപ്പുറം ഇപ്പുറം ഒക്കെ തിരിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പൊരിച്ചെടുത്ത പാൽ കേക്ക് നിങ്ങൾക്ക് കാണാം, ഇതൊട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കത്തില്ല. അപ്പം നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പാൽ കേക്കായിട്ടായിരിക്കും നമുക്കിത് പൊരിച്ചെടുക്കുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മളിതിനെ ഇനി ഷുഗർ സിറപ്പിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ഷുഗർ സിറപ്പിൻ്റെ അകത്ത് ഒരു 30 മിനിറ്റ് മുതൽ മാക്സിമം 1 മണിക്കൂർ വരെ ഇരുന്ന് കഴിയുമ്പോൾ നല്ലതുപോലെ ആ ഒരു ഷുഗർ സിറപ്പെല്ലാം ഇതിൻ്റെ അകത്തേക്കെല്ലാം നല്ലതുപോലെ നമ്മുടെ ഈ ഒരു പാൽ കേക്ക് സോക്കായിട്ട് കിട്ടും. അപ്പം അകം നല്ല മോയിസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള പാൽ കേക്കായിട്ട് ഇത് റെഡി ആയിട്ട് കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനി കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.